ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തനം 1-ാം അധ്യായം 33-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴികാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. ഇതാ, കേരളത്തിൽ POCയുടെ നടുമുറ്റത്ത് കർത്താവ് കൂടാരം അടിച്ചിരിക്കുന്നു. ഈ കൂടാരത്തിൽ കേരള സഭ തുടക്കം കുറിക്കുകയായി. ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ 2018. ഇനി ഗ്രാൻഡ് ഫിനാലയുടെ സെക്കൻഡ് റൗണ്ട്, പെന്തകൊന്ത റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കണ്ടസ്റ്റൻസിന് വളരെ സുപരിചിതമായ ഒരു റൗണ്ടാണിത്. കാരണം ഇതാണ് നമ്മുടെ 50-50 റൗണ്ട്. ഈ പെന്തകൊന്ത റൗണ്ടിൽ നമ്മുടെ ക്വിസ് മാസ്റ്റർ 2 ഭാഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കായി. പാലയോസ് സെറ്റ്, ഒരു നെയോസ് സെറ്റ്. ഈ പാലയോസ് നെയോസ് എന്താണെന്ന് മെറ്റിൽഡ കുട്ടി ഒന്ന് കണ്ണിറുമി ചോദിക്കുന്നുണ്ട്. മാസ്റ്റർ, എന്താണ് ഈ പാലയോസ് നെയോസ്? ഏത് ഭാഷയിൽ നിന്നാണ് ഇത് വരുന്നത്? ശരി, പാലയോസ് എന്നാൽ പഴയത് എന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ പഴയ 50-50 റൗണ്ട്. അതായത് 2 ഓപ്ഷൻ ലഭിക്കുന്ന ആ ഒരു 50-50 റൗണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഹീബ്രു ആണോ വെച്ചാൽ അത് ഗ്രീക്ക് ആണോ? ഗ്രീക്കാണ് പാലയോസ്. പാലയന്തോളജി എന്നൊക്കെ ഇട്ടിട്ടില്ലേ? അപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മുഴുവൻ മാർക്ക് വാങ്ങിയ ഇവർ ഈ 50-50 റൗണ്ടിൽ മുഴുവൻ മാർക്ക് വാങ്ങാനാണ് സാധ്യത. ഇതിൽ 3 തരം സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്. മാർക്ക് സ്വന്തമാക്കുവാൻ 3 സാധ്യതകളുണ്ട്. അതിൽ പാലയോസിൻ്റെ 3 സാധ്യതകൾ ഇങ്ങനെയാണ്. ഓപ്ഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 15 മാർക്ക് കിട്ടും. 4 ഓപ്ഷൻസോടെയാണ് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നതെങ്കിൽ 10 മാർക്ക് കിട്ടും. ആ 4 ഓപ്ഷൻസിൽ നിന്നും 2 ഓപ്ഷൻസ് മാസ്റ്ററോട് മാറ്റുവാൻ പറഞ്ഞാൽ മാസ്റ്റർ അത് മാറ്റിത്തരും. പിന്നീട് അവശേഷിക്കുന്ന 2-ൽ നിന്നാണ് ഉത്തരം നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 5 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ടത്, ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോകരുത്. ഏത് ഓപ്ഷൻ എടുത്താലും ഉത്തരം പറയാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പോൾ കഴിയുന്നത്ര മാർക്ക് സ്വന്തമാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാസ്റ്റർ, പാലയോസ് റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശരി, പാലയോസ് റൗണ്ട് ആരംഭിക്കുന്നത് റോസ്മേരിയിൽ നിന്നാണ്. തയ്യാറാണല്ലോ? ശരി, നമ്മൾ 50-50 പാലയോസ് സെറ്റ്. ചോദ്യം: താൻ ജോർദാൻ കടന്നു പോവുകയില്ല എന്ന് മോശ വ്യക്തമാക്കുന്ന 2 അധ്യായ വാക്യങ്ങൾ. 2 അധ്യായ വാക്യങ്ങൾ. ഓപ്ഷൻ. വെരി ഗുഡ്. നമ്മൾ ഓപ്ഷനിലേക്ക് പോവാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. നിയമാവർത്തനം 3:27, 4:22. മറ്റൊരു ഓപ്ഷൻ നിയമാവർത്തനം 4:20, 4:22. മൂന്നാമതൊരു ഓപ്ഷൻ നിയമാവർത്തനം 4:20, 3:27. നാലാമത്തെ ഓപ്ഷൻ നിയമാവർത്തനം 4:20, 4:23. ഓപ്ഷൻ എ. ഓപ്ഷൻ എ നിയമാവർത്തനം 3:27, 4:22. ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ? നമുക്ക് കമ്പ്യൂട്ടറോട് ചോദിക്കാം, ശരിയാണോ ഉത്തരമെന്ന്. കമ്പ്യൂട്ടർ B and C ഓപ്ഷൻസ് കളഞ്ഞിരിക്കുകയാണ്. എയും ഡിയും നിലനിൽക്കുന്നു. നോക്കാം നമുക്ക് ഏതാണ് ശരി ഉത്തരം. പൂർണ്ണമായും ശരിയായ ഉത്തരമാണ് എ ഓപ്ഷൻ. 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു റോസ്മേരിക്ക്. കൺഗ്രാറ്റുലേഷൻസ്.
റെഡിയാണ്. ജെസ്സി ജോസ്, ഓൾ റൈറ്റ്. ചോദ്യം ഇതാണ്: വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പ്രേഷിതത്വ പ്രഭാഷണത്തിൽ ദൗത്യ വിവരണ ഭാഗം ഏത്? ഓപ്ഷൻസ് വേണം. ആകാം 4 ഓപ്ഷൻസ് ആകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-15, മത്തായി 10:26-33, മത്തായി 10:1-25, മത്തായി 10:5-15. ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ 10 മാർക്ക് ലഭിക്കുകയാണ്. ലഭിക്കുന്നില്ല എങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. 5 മാർക്കിന്റെ ഓപ്ഷനിലേക്ക് പോകും. ഓപ്ഷനിലേക്ക് പോകാം. വെരി ഗുഡ്. നമ്മൾ 50-50 ഓപ്ഷനിലേക്ക് പോയി. ഇതിൽ നിന്ന് ഉത്തരം 5-15. കമ്പ്യൂട്ടറോട് ചോദിക്കാം ഉത്തരം ശരിയാണോ, 5 മാർക്ക് കിട്ടുമോ എന്ന്. കമ്പ്യൂട്ടർ പറയാണ് തീർച്ചയായും 5 മാർക്ക് കിട്ടും. ഓക്കെ, 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ജെസ്സി ജോസിന് 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. മേരിപോൾ ടീച്ചർ, ചോദ്യം ഇതാണ്. ഓക്കെ, പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്ക് ആധാരമായി നിൽക്കുന്ന 2 പഴയ നിയമഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? ഒന്ന് പുറപ്പാട് 20:12, ടീച്ചറിന് ഓപ്ഷനിലേക്ക് പോകണമെങ്കിലാകാം, അല്ല എങ്കിൽ ഓർമ്മയിൽ നിന്ന് കിട്ടുമെങ്കിൽ 15 മാർക്ക്. നിയമാവർത്തനം 5:16. ടീച്ചർ ഓപ്ഷൻ ഒന്നും എടുക്കാതെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ശരിയാണെങ്കിൽ ടീച്ചറിന് 15 മാർക്ക്, തെറ്റാണെങ്കിൽ ടീച്ചറിന് മാർക്കില്ല. ഓക്കെ, ഉറച്ചു നിൽക്കുന്നുവോ? ഇപ്പോൾ പറഞ്ഞ ആ 2 പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നുവോ? ടീച്ചർ ഉറച്ചു നിൽക്കുകയാണ്. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് വന്നു. അതിൽ 2 എണ്ണം പോയി. കൃത്യമായ ഉത്തരം പുറപ്പാട് 20:12, നിയമാവർത്തനം 5:16. പൂർണ്ണമായും ശരി ഉത്തരം പറഞ്ഞ് ഓപ്ഷൻ എടുക്കാതെ 15 മാർക്ക് നേടിയിരിക്കുകയാണ് മേരിപോൾ ടീച്ചർ. കൺഗ്രാറ്റുലേഷൻസ്. അന്നു, ഓക്കെ, അന്നു റെഡിയായി നിൽക്കുകയാണ്. ഓൾ റൈറ്റ്. ചോദ്യം വരികയാണ്: ഇസ്രായേലിലെ നഷ്ടപ്പെട്ട കുഞ്ഞാടുകൾക്ക് മാത്രമായി യേശുവിൻ്റെ ശുശ്രൂഷയെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന 2 വചനഭാഗങ്ങൾ. ഓപ്ഷൻ. ഗുഡ്. അന്നുവിന് ഓപ്ഷൻ ലഭിക്കുകയാണ്. 4 ഓപ്ഷൻസ് ലഭിക്കുന്നു. ശരി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 11-ാം വാക്യം, 18-ാം അധ്യായം 12-ാം വാക്യം. ഇനി 2ാമത്തെ ഓപ്ഷൻ 10:6, 15:24. 3ാമത്തെ ഓപ്ഷൻ 10:16, 18:12. 4ാമത്തെ ഓപ്ഷൻ 10:6, 18:12. ഓപ്ഷൻ ബി അന്നു എടുക്കുകയാണ്. ഉറപ്പാണല്ലോ? അന്നുവിന് ഒരു സംശയവും കാണുന്നില്ല. കമ്പ്യൂട്ടർ പറയട്ടെ ഏതാണ് ശരിയെന്ന്. ഓപ്ഷൻ ബി. ബിയും ഡിയും അവശേഷിപ്പിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ. ശരി, കൃത്യമായ ഉത്തരമാണ് അന്നു പറഞ്ഞിട്ടുള്ളത്. 10 മാർക്ക് അന്നുവിന് ലഭിക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ എടുത്തപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഗുഡ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. ലിനീനയ്ക്കുള്ള ചോദ്യം വരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഉത്ഥാനശേഷം ആദിമസഭ
അനുഭവിച്ച പീഡനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്യം ഏത്? മത്തായി 10:27. മിസ്റ്റർ മത്തായി 10:27. ഉറപ്പാണ്? ഉറപ്പാണ്. ഓക്കെ, ലിനീന പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാം. മേരി പോൾ ടീച്ചറിനെ പോലെ തന്നെ ഒരു ഉത്തരം വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ലിനീന പറഞ്ഞ ഉത്തരം ഏതായിരുന്നു? 10:27. ഓക്കെ, നമുക്ക് ഇതാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. മത്തായി 10:17, 10, 10:40, 10:17, മത്തായി 10:42. ലിനീന പറഞ്ഞ ഉത്തരം ശരിയായില്ല. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ? ഒന്നിൻ്റെയും രണ്ടിൻ്റെയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, ഏതാണ് ശരി ഉത്തരം എന്ന് നമുക്ക് നോക്കാം. ശരി, ദാ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ബിയും സിയും ആണ് ഉള്ളത്. അടുത്തത് 10:17 ശരിയായ ഉത്തരം. ലിനീനയ്ക്ക് ഒരു 17 എന്നുള്ളത് 27 എന്നുള്ളൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ലിനീനയ്ക്ക് മാർക്ക് ഈ ഇതിൽ കിട്ടുന്നില്ല. അടുത്തതിൽ നമുക്ക് നേടണം. ശരി, മെറ്റിൽഡ റെഡി? ഓക്കെ, മെറ്റിൽഡയ്ക്കുള്ള ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്തുണ്ടായ, അതായത് സ്വർഗത്തിൽ നിന്ന് പിതാവിൽ നിന്നുണ്ടായ ഇവനെ ശ്രവിക്കുവിൻ, അല്ലെങ്കിൽ മറ്റൊരു വേർഷൻ അനുസരിച്ച് ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. എന്ന പിതാവിൻ്റെ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്ന പഴയ ഗ്രന്ഥ ഭാഗമേത്? ഏശയ്യാ 42:1, സങ്കീർത്തനം 2:7. ഏശയ്യാ 42:1, സങ്കീർത്തനം 2:7. അതാണ് കൊച്ചു പറയുന്നത്. അതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോകുന്നോ? ഉറച്ചു നിൽക്കുകയാണോ? ശരി, അപ്പം മറ്റിൽഡ ആ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ഓപ്ഷൻ കാണുകയാണ്. ഇവിടെ 4 ഉത്തരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഏശയ്യാ 42:1, സങ്കീർത്തനം 2:7, മത്തായി 3:17, നിയമാവർത്തനം 18:15. ഓക്കെ, ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കാം. ദാ 2 പോയി. ഏശയ്യാ 42:1 നിയമാവർത്തനം 18:15 അവശേഷിക്കുകയാണ്. മെറ്റിൽഡ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. മെറ്റിൽഡ പറഞ്ഞ ഉത്തരം തെറ്റാണ്. മെറ്റിൽഡയ്ക്ക് പറ്റിയത് എന്താണ്? മെറ്റിൽഡ ബൈബിളിൽ താഴെയുള്ള ക്രോസ് റെഫറൻസ് ആണ് ഓർത്തിപ്പോൾ പറഞ്ഞത്. ശരിയല്ലേ? അതെ. പക്ഷെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഇവനെ ശ്രവിക്കുവിൻ, ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ എന്നുള്ളതാണ്. ഏശയ്യാ 42:1 സങ്കീർത്തനം 2:7 ഇങ്ങനൊരു വാക്യം കാണില്ല. ഇത് പഠന സഹായി അല്ലെങ്കിൽ സ്റ്റഡി ബൈബിള് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. നിയമാവർത്തനം 18:15 ആരെക്കുറിച്ച് പറയുന്നിടത്താ? മോശ. വെരി ഗുഡ്. ഉണ്ടോ മോൾക്ക് ഇപ്പോൾ കിട്ടിയത്? മോശയെക്കുറിച്ച് പറയുന്നിടത്താണ് അല്ലേ? മോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഉയർത്തും അല്ലേ? മോശയെപ്പോലൊരു പ്രവാചകൻ, അവൻ്റെ വാക്കാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. ശരിയല്ലേ? ഓക്കെ, മെറ്റിൽഡയ്ക്ക് മറ്റ് 2 ക്രോസ് റെഫറൻസ് ഓർക്കാൻ കഴിഞ്ഞു. അതിന് അഭിനന്ദനങ്ങൾ. പക്ഷെ മാർക്ക് നമുക്ക് ഇല്ല. ഓക്കെ, അങ്ങനെ നിയമാവർത്തനം 18:15 നമ്മൾ പറഞ്ഞു. അതാണ് ഉത്തരം. നിങ്ങൾക്ക് ഈ ഒരു പാലയോസ് സെറ്റിന് ഉത്തരം പറഞ്ഞ് അതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഗ്രാൻഡ് ഫിനാലെയുടെ സെക്കൻഡ് റൗണ്ട്, പെന്തക്കൊന്ത റൗണ്ടിലെ സെക്കൻഡ് സെറ്റ് നിയോസ് സെറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിയോസ് സെറ്റ് 50-50 റൗണ്ട് തന്നെയാണ്. പക്ഷേ ഈ റൗണ്ടിൽ ഒരു പുതുമയുള്ളത്, നമ്മൾക്ക് 4 ഓപ്ഷൻസ് മാസ്റ്റർ തരും. ചോദ്യത്തിനൊപ്പം തന്നെ 4 ഓപ്ഷൻസ് തരും. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഉത്തരം സെലക്ട് ചെയ്യാനാവും. അപ്പോൾ 10 മാർക്കായിരിക്കും മാസ്റ്റർ തരുന്ന സ്കോർ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ഉത്തരം പറയാനാവുന്നില്ലെങ്കിൽ 2 ഓപ്ഷൻസ് മാറ്റിയിട്ട് നമുക്ക് മാസ്റ്ററോട് ചോദിക്കാം. അപ്പോൾ 5 മാർക്ക് നമുക്ക് ലഭിക്കും. അത് ഈ ഒരു റൗണ്ടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതും നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ ആരംഭിക്കാമെന്ന് തോന്നുന്നു. മാസ്റ്റർ
പാലിയോസ് പഴയതാണെങ്കിൽ നിയോസ് നെയോസ് പുതിയത് എന്നർത്ഥം. നെയോസ്. നെയോസ് അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ന്യൂ എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ 50-50 റൗണ്ട് നമുക്ക് പരിചയമുള്ള ആ ഒരു റൗണ്ടിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള ഒരു പുതുമയുള്ള ഒരു സെറ്റ്, അതേ ഉദ്ദേശിച്ചുള്ളൂ, നെയോ സെറ്റ്. റെഡിയാണോ മെറ്റിൽഡ? ഇപ്രാവശ്യം നമുക്ക് 10 മാർക്കാണ് ഫുള്ളായിട്ടുള്ളത്, അത് മുഴുവൻ മാർക്ക് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, ഓൾ റൈറ്റ്. ചോദ്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, മെറ്റിൽഡയുള്ള ചോദ്യം: പരസ്പര പൂരകങ്ങളല്ലാത്ത വചനങ്ങൾ ഏത്? പരസ്പര പൂരകങ്ങൾ അല്ലാത്ത വചനങ്ങൾ ഏത്? ഇത് കേട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഒരാൾക്കും സാധിക്കില്ല, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 15 മാർക്ക് ഇല്ലാത്തത് ഈ സെറ്റിന്. മനസ്സിലായോ? 4 ഓപ്ഷൻസ് ഇപ്പോൾ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയൂ. അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ശരി മെറ്റിൽഡ. മെറ്റിൽഡയ്ക്കുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എയിൽ പ്രഭാഷകൻ 2:5, സുഭാഷിതങ്ങൾ 17:3. ഇനി ബിയിൽ പ്രഭാഷകൻ 1:4, സുഭാഷിതങ്ങൾ 8:22. സിയില് പ്രഭാഷകൻ 1:7, സുഭാഷിതങ്ങൾ 1:14. ഡിയില് പ്രഭാഷകൻ 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ, സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. മെറ്റിൽഡ ഇത് കണ്ടിട്ട് മെറ്റിൽഡയ്ക്ക് കൃത്യം ഉത്തരം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അപ്പോൾ മെറ്റിൽഡയ്ക്ക് 10 മാർക്ക് ലഭിക്കും. ഇനി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഓക്കെ, ശരി. ഓപ്ഷനിലേക്ക് പോവുകയാണ്. ശരി, മെറ്റിൽഡയ്ക്കുള്ള ഓപ്ഷൻ 50-50. പ്രഭാഷകൻ 1:4, സുഭാഷിതങ്ങൾ 8:22. മറ്റൊരു സാധ്യത പ്രഭാഷകൻ 1:7, സുഭാഷിതങ്ങൾ 1:14. പ്രഭാഷകൻ 1:7, സുഭാഷിതം 1:14. അതായത് സി ആണ് മെറ്റിൽഡ ഉറപ്പിക്കുന്നത്. ഉറപ്പിക്കാമല്ലോ? ശരി, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിനോട് ചോദിക്കാം മെറ്റിൽഡയ്ക്ക് 5 മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന്. വെരി ഗുഡ് മെറ്റിൽഡ, 5 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ലിനീന. ചോദ്യം അതും ഇതുപോലെ തന്നെ, പക്ഷേ പരസ്പര പൂരകങ്ങളായ വചനങ്ങൾ ഏത്? ഓക്കെ, പരസ്പര പൂരകങ്ങളായ വചനങ്ങൾ ഏത്? ഓൾറൈറ്റ്, ഇപ്പം ഏതാണെന്നൊന്നും പറയാൻ കഴിയില്ല, നമ്മൾ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ശരി. ഇതാ 4 ഓപ്ഷൻസ് ഇവിടെയുണ്ട്. എയിൽ പ്രഭാഷകൻ 2:3, നിയമാവർത്തനം 5:16, പ്രഭാഷകൻ 4:4, പുറപ്പാട് 20:12, പ്രഭാഷകൻ 1:19, സുഭാഷിതങ്ങൾ 7:19, പ്രഭാഷകൻ 7:29-30, നിയമാവർത്തനം 6:5. ഇതിൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഡി ആണ് ഉറപ്പിച്ചിരിക്കുന്നത്. പ്രഭാഷകൻ 7:29-30, നിയമാവർത്തനം 6:5. ഉറച്ചു നിൽക്കുകയാണോ? ഓക്കെ, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിനോട് ചോദിക്കാം 10 മാർക്കിന് സാധ്യതയുണ്ടോ? അപ്പോഴാണ് പറയുന്നത് സാധ്യത നിൽക്കുന്നുണ്ട്. ശരി, നോക്കാം. കൃത്യമായ ഉത്തരം ഏത്? ഡി വളരെ കൃത്യമായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. അങ്ങനെ 10 മാർക്ക് ലെനിനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അന്നു മാത്യൂസിനോടാണ് അടുത്ത ചോദ്യം. റെഡിയല്ലേ അന്നു? ഓക്കെ, ആശയ സമാനതയുള്ള വചനഭാഗങ്ങൾ ഏത്? ആശയ സമാനതയുള്ള വചനഭാഗങ്ങൾ ഏത്? ശരി, ഇപ്പോൾ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചോദ്യത്തിലേക്ക് വരികയാണ്. ഓപ്ഷൻസ്: പ്രഭാഷകൻ 2:15-16, അതുപോലെ അതിനോട് ചേർന്ന് പോകുന്നത് നിയമാവർത്തനം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ, പ്രഭാഷകൻ 1:4, സുഭാഷിതങ്ങൾ 8:22, പ്രഭാഷകൻ 1:16-17, സുഭാഷിതങ്ങൾ 8:17 മുതൽ 19 വരെ, പ്രഭാഷകൻ 2:5, സുഭാഷിതങ്ങൾ 17:3. അന്നുവിന് ഇതിൽ നിന്ന് ഉത്തരം കാണാൻ കഴിയുന്നുണ്ടോ? ഓപ്ഷൻ വേണം. ആകാം. ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എയും ഡിയും ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നു. 5 മാർക്ക് ലഭിക്കാൻ
ഇനിയും സാധ്യത? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അന്നു തിരഞ്ഞെടുക്കുന്നത്. ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതായത് പ്രഭാഷകൻ 2 5, സുഭാഷിതം 17 3. ഓക്കെ ആണോ? റെഡി? ഓൾ റൈറ്റ്. നമുക്ക് കമ്പ്യൂട്ടറോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരമെന്ന്. അന്നു എ ആണ് ശരിയായ ഉത്തരം. അന്നുവിന് ആ മാർക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഓൾ റൈറ്റ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മേരി പോൾ ടീച്ചറിലേക്ക് പോവുകയാണ്. ടീച്ചർ, വിശുദ്ധ മത്തായിയുടെ വിവരണത്തിൽ മാത്രമായി കാണാത്ത വചനമേത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ കണ്ടാലേ ആ ഉത്തരം പറയാൻ കഴിയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ വിവരണത്തിൽ മാത്രമായി കാണാത്ത വചനമേത്? ഇതാണ് ഓപ്ഷൻസ്: 17 20, 17 24, 18 12, 18 10. വിശുദ്ധ മത്തായിയുടെ വിവരണത്തിൽ മാത്രമായി കാണാത്തതെന്ന് പറഞ്ഞാൽ വേറെ ആരുടെയിലും വേറുള്ളതിൽ കണ്ടിട്ടുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, മാത്രമായി കാണാത്തത്, മറ്റുള്ളതിലും കാണാവുന്നത് എന്ന് വരും. ഓപ്ഷൻസ് വേണം. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടർ 50-50 തരികയാണ്. അതിൽ 17 24 എന്നും 18 12 എന്നുമാണ് ഉത്തരങ്ങൾ വരുന്നത്. ഇനി ടീച്ചറിൻ്റെ സമയമാണ്. 17 24. 17 24. ടീച്ചർ ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കുകയാണ്. എത്ര ഒരു ഉറപ്പ് പോരാൻ തോന്നുന്നല്ലേ? ശരി, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. 18 12 സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ അവിടെ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയിരിക്കുകയാണ്. അടുത്തത് ജെസ്സി ജോസിനോടുള്ള ചോദ്യമാണ്. ഓൾ റൈറ്റ്, നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ദൈവഭയത്തിൽ അടിസ്ഥാനമിട്ട പ്രേഷിതത്വത്തിലേക്കുള്ള ആഹ്വാനം മുഴങ്ങുന്ന വചനഭാഗമേത്? നമ്മൾ ഓപ്ഷനിലേക്ക് പോകും. ശരി, ഇതാണ് ലഭിച്ചിരിക്കുന്ന ഓപ്ഷൻസ്. മത്തായി 10 23, മത്തായി 10 17, മത്തായി 10 22, മത്തായി 10 28. ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എടുക്കുകയാണ്. ഓക്കെ, 50-50യിലേക്ക് കടന്നിരിക്കുന്നു. മത്തായി 10 23, മത്തായി 10 28 അവശേഷിക്കുകയാണ്. പത്ത് 28 ഡി ഉറപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം 5 മാർക്ക് ലഭിക്കുന്നോ ഇല്ലയോ എന്ന്. 5 മാർക്ക് ലഭിക്കുകയാണ്. മത്തായി 10 28 ശരിയായ ഉത്തരമാണ്. ജെസ്സി ജോസിന് 5 മാർക്ക്. റോസ്മേരിയോടുള്ള ചോദ്യമാണ്. ചോദ്യം: യുഗാന്തത്തെ വിജാതീയരുടെ ഇടയിൽ 11 അപ്പസ്തോലന്മാർക്കുള്ള പ്രേഷിത ദൗത്യവുമായി ബന്ധിപ്പിക്കുന്ന വാക്യം ഏത്? ഓക്കെ, ഓപ്ഷൻസിലേക്ക്. ഓൾ റൈറ്റ്. മത്തായി 10 17, 10 22, 10 23, 10 28. ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഓപ്ഷനിലേക്ക് പോകാം. മത്തായി 10 23. മത്തായി 10 23 സി ഉറപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മത്തായി 10 23 ഉറപ്പിച്ചിരിക്കുന്നത്. സാധ്യത നിലനിൽക്കുന്നു. വെരി ഗുഡ്, പൂർണ്ണമായ ഉത്തരമാണ്. 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ് റോസ്മേരിക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ശരി, നമ്മുടെ 50-50 റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്.
വളരെ നന്നായിട്ട്, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. നമ്മൾ ആദ്യം എല്ലാവർക്കും ഒത്തിരി സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നു, ആഹാ ഇനിയുണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ. കാണുകയാണ്. വളരെ നല്ലത്, നിങ്ങൾ ശ്രമിച്ചു. അഭിനന്ദനങ്ങൾ. ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ 2018 സെക്കൻഡ് റൗണ്ട് പെന്തക്കൊന്ത റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്ന മാർക്ക് ഇങ്ങനെയാണ്. കോതമംഗലം ഡയസിസ് റോസ്മേരി ജിജി 20 മാർക്സ്. ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസ് ജെസി ജോസ് 10 മാർക്സ്. പാലാ ഡയസിസ് മേരി പോൾ 15 മാർക്സ്. പാലാ ഡയസിസ് അനു മാത്യൂസ് 10 മാർക്സ്. തൃശൂർ ആർച്ച് ഡയസിസ് ലിനിന വിപിൻ 10 മാർക്സ്. ഇരിങ്ങാലക്കുട ഡയസിസ് മെറ്റിൽഡ ജോൺസൺ 5 മാർക്സ്. ഈ റൗണ്ടോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഊർജ്ജസ്വലമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും ശുഭസായാഹ്നം. താങ്ക് യു. 3 സെറ്റുകൾ, അതിലൊരെണ്ണം മാത്രം ദീദിമോസ് സെറ്റ്. അതിൽ പൊതുവായ ഒരു പദം. 1 ആണ് ദീദിമോസ് സെറ്റ് എന്നാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെയെങ്കിൽ പദം അല്പവിശ്വാസി. അല്പവിശ്വാസി.